ഇപ്പൊ പരീക്ഷയുടെ ടൈമാണ്. കുട്ടികൾക്കൊക്കെ പരീക്ഷ ചിലരൊക്കെ എഴുതി കഴിഞ്ഞു, ചിലർക്കൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളു. അതിരാവിലെ എണീക്കും. അതിരാവിലെ ആരെണീക്കും? അമ്മമാര്. അതിരാവിലെ തുടങ്ങും പരവേശവും വെപ്രാളവും. ആർക്കാണ്? പരീക്ഷയെക്കുറിച്ചുള്ള വേവലാതി. ഇത് ആർക്കാണ്? അമ്മമാർക്ക്. ഇത് എഴുതാൻ പോകേണ്ട കുറെ മഹാന്മാരും മഹതികളും ഉണ്ടാവും. നല്ല സുഖസുന്ദരമായിട്ട് നല്ല മൂടി പൊതച്ച് നല്ല ചെറിയ കിനാക്കളൊക്കെ കണ്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. മക്കളെ, ഈ അമ്മമാരെ ഇട്ട് ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ, അവരെ ഇട്ട് വെറുതെ ഇങ്ങനെ ചീത്ത വിളിപ്പിക്കാതെ, രാവിലെ എണീറ്റ് കൈയും കാലും മുഖമൊക്കെ കഴുകി വന്നിരുന്ന് നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുക. പഠിച്ചു പോയിട്ട് നല്ല പരീക്ഷ എഴുതി പാസ്സാകുക. അമ്മ അവിടെ കിടന്ന് വിളിക്കും. പിന്നെ ഞങ്ങൾക്ക് വേണേ ഞങ്ങൾ പഠിക്കും. ഈ മട്ടല്ല. പഠിക്കാനൊരു ശുഷ്കാന്തി നമ്മളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പഠിക്കും, ഞാൻ നന്നായി പരീക്ഷ എഴുതും, ഞാൻ പാസ്സാകും, ക്ലാസ്സിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടി ഞാനായിരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി അതിരാവിലെ എണീറ്റ് പഠിക്കാനിരിക്കണം. പഠിച്ച് പോകുന്ന വഴിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പോയിരുന്ന് നന്നായിട്ട് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി പാസ്സായി നല്ല മാർക്ക് കിട്ടി എന്നറിയുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുളുമ്പുന്ന ഒരു സ്നേഹമുണ്ട്. അത് അനുഭവിച്ചറിയണം. ഈ പ്രായത്തിലൊക്കെ കിടന്നുറങ്ങാനും കളിച്ച് രസിച്ച് നടക്കാനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെയിനാണ് ഗെയിം. സഹിക്കാൻ വയ്യ. ഗെയിം. അത് ചെറുത് തൊട്ട് വലുത് വരെ. എന്തിനാ പറയുക, 2 വയസ്സുള്ള പിള്ളേർ വരെ ഇപ്പൊ ഈ ഗെയിമിന്റെ പുറകെയാണ് ഓടുന്നത്. ഇപ്പൊ അതിലെങ്ങും മുഴുകിയിരിക്കുകയാണ് പിള്ളേർ. ഇത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഈ പിള്ളേർ വീട്ടിൽ. ഇപ്പൊ ചില പിള്ളേര് ഈ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞ് വിലക്കിയാലും അല്ലെങ്കിൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിലും പോയിട്ട് ആത്മഹത്യ ചെയ്ത പിള്ളേരുടെ കഥകൾ വരെയുണ്ട്. അപ്പൊ ഗെയിമൊക്കെ നമുക്ക് കളിക്കാം, അതിനൊക്കെ നമുക്ക് അവസരങ്ങൾ ഇനിയും കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസരം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു വീട് പണിയുമ്പോൾ, നല്ലൊരു വീട് പണിയാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഫൗണ്ടേഷൻ കെട്ടും. ഈ ഫൗണ്ടേഷൻ അത് കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പണികൾ മേലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് പതുക്കെ എടുത്തിട്ടാണ് നാളെ നമ്മൾ നല്ലൊരു വീടാക്കി എടുക്കുന്നത്. അത് തന്നെയാണ് വിദ്യാഭ്യാസം. നമ്മൾ ആദ്യം 1ാം ക്ലാസ് തൊട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് മേലോട്ട് പോയി നമ്മൾ ഡിഗ്രി, അതിനപ്പുറമുള്ള ഉപരിപഠനം, ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മളുടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടി നമ്മുടെ ജീവിതം നമുക്ക് മനോഹരമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴേ അതിന് നമ്മൾ ശ്രമിക്കണം. ഇന്ന് തൊട്ടേ നമ്മൾ അതിന് തുടങ്ങണം. എന്നാലേ കുറെ കാലങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി മാറുകയുള്ളൂ. കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവും ഇല്ല. സമയം അത് കഴിഞ്ഞു പോയി. സമയം എന്ന് പറയുന്നത് അത്രയധികം വിലയുള്ള ഒരു വസ്തുവാണ്. കഴിഞ്ഞു പോയി. ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല, തിരിച്ചു പിടിക്കാൻ കിട്ടില്ല. അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ചിലപ്പോൾ പൈസ കൊടുത്ത് പലതും വാങ്ങാൻ പറ്റും, പക്ഷെ സമയത്തെ വാങ്ങാൻ നമുക്ക് കിട്ടില്ല. അപ്പൊ കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക. ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. എന്തിന്റെ സമയമാണ്? പഠിക്കേണ്ട സമയമാണ്. അപ്പൊ ഈ പഠിക്കേണ്ട സമയത്ത് ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഞാൻ പഠിക്കും, ഞാൻ പാസ്സാകും, ഞാൻ നല്ല മാർക്ക് മേടിക്കും, ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി നല്ലൊരു ജോലി വാങ്ങും, ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കും, എൻ്റെ അച്ഛനെ നോക്കും, അമ്മയെ നോക്കും, എൻ്റെ സഹോദരങ്ങളെ നോക്കും, ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും മക്കളെ നോക്കും. അതിനൊക്കെ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും ഈ പരീക്ഷയുടെ അവസരത്തിൽ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു എന്ന്. നന്ദി.